ഹായ്. തലേന്ന് തന്നെ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ ഭക്ഷണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കുക്കിങ്ങിനേക്കാൾ ഡ്രെയിനിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്തുണ്ടാക്കും എന്നുള്ള ഈ ചോദ്യം തന്നെയാണ് കേട്ടോ. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയത് ബ്രെഡ് ഓംലെറ്റാണ്. ഈസി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ലഞ്ചിന് ചോറും തൈരും ബീട്രൂട്ട് ഉപ്പേരിയാണ് കൊടുത്തു വിട്ടത്. സ്നാക്കായിട്ട് ഗ്രീൻ ഗ്രേപ്സാണ് കൊടുത്തു വിട്ടത്. മോൻ ഉച്ചയ്ക്ക് ഒരു 3:30 ആകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് എത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഹസ്ബൻഡ് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാനുള്ള സമയവും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഞങ്ങളുടെ അടുത്തൊരു ലുലു ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഈ വിശന്ന് പോയതുകൊണ്ടാണ് തോന്നുന്നു കണ്ണിൽ കണ്ട സാധനങ്ങൾ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ട് വന്ന്. പിന്നെ മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കണം എന്നുള്ളതൊരു അതിപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ടൊരു ഐസ്ക്രീമും കഴിച്ചു. വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി. വീട്ടിലെത്തിയിട്ട് ഈ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. എന്നും രാത്രി ഹസ്ബൻഡ് എനിക്കൊരു ഐസ്ഡ് കോഫി ഉണ്ടാക്കി തരും, എൻ്റെ പാകത്തിനുള്ള മധുരവും കടുപ്പൊക്കെ ആയിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ആക്ച്വലി ഇപ്പോൾ പുറത്തത്തെ ഒന്നും ഇഷ്ടമല്ല, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴത്തെ. അപ്പോൾ അതും ദോശയും പീനട്ട് ചട്നിയും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ നാളെ കാണാം.